അധ്യാപികയ്ക്ക് ഒരു കോൾ ചെല്ലുന്നു, അതൊരു പരാതിയായി വരുന്നു. അതിനുശേഷം അതിനെക്കുറിച്ച് നിതിനോട് സംസാരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഏറ്റവും ഒടുവിൽ പ്രിൻസിപ്പളുമായി സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നതാണ് കോളേജിന്റെ വേർഷൻ തന്നെ നമ്മൾ എടുത്താലും നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഏതെങ്കിലും തരത്തിൽ അത് വീട്ടുകാരെ അറിയിച്ചിട്ടില്ല കോളേജ് അധികൃതർ, ഇല്ലേ? ഇങ്ങനെ ഒരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടെങ്കിൽ അത് ആദ്യം അറിയിക്കേണ്ടത് വീട്ടുകാരെ ആയിരുന്നു. അങ്ങനെ അറിയിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നത് അതിൽ ഞാൻ അതിൻ്റെ മറുപടി പറയാം. നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറയാം. പിന്നെ ഈ വീട്ടുകാരെ ഈ ലോൺ എടുത്തിട്ടുള്ളവരെ വീട്ടുകാരെ ഞങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ അങ്ങനെ ഈ ടീച്ചറല്ല ആരായാലും ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിൻ്റെ വ്യക്തമായ അവരെ പറ്റിച്ച് അവരെ പേരിലുള്ള അവരെ പേര് പറഞ്ഞ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവരുടെ ആധാറിൻ്റെ കോപ്പി വേണം, അവരുടെ ബാങ്ക് അക്കൗണ്ട് കോപ്പി വേണം. ഇത്തരത്തിലുള്ള റെക്കോർഡുകൾ അവരറിയാതെ അവനെങ്ങനെ കിട്ടി? അവർ പറയുന്നത് അത് വ്യക്തമായ രേഖ ഞങ്ങൾക്ക് തരണം, എങ്കിൽ നമ്മൾ അംഗീകരിക്കാം. രേഖ തരാതെ ഈ കേസിനെ മറ്റൊരു ദിശയിലേക്ക് മാറ്റിമറിക്കുന്നതിനുണ്ട് കോളേജിൻ്റെ തന്ത്രമാണിത്. ആ തന്ത്രമൊന്നും ഇവിടെ നടക്കില്ല. കുറ്റവാളിയെ ഏത് പൊന്നു മോനായാലും ശരി തന്നെ അവനെ കയ്യാമം വയ്ക്കുന്നത് വരെ നിയമ പോരാട്ടം ഞങ്ങൾ നടത്തിയിരിക്കും. ഒരു തർക്കമല്ല. ഞങ്ങൾ അതിൻ്റെ നിയമത്തിൻ്റെ എല്ലാ പഴുതുകളിലേക്കും ഞങ്ങൾ നീങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഒരു സെക്കൻഡ് ഇന്ന് ഞങ്ങൾ പോലും പരാതി പോലും കൊടുക്കാതെ ഇന്ന് SC കമ്മീഷൻ അടക്കമുള്ളവർ ഇന്ന് അവിടെ വീട്ടിൽ വന്നിരുന്നു. ഞങ്ങൾ പരാതി കൊടുത്തില്ല. ഇത് ഇന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളെ കേരളത്തെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഈ ഒരു സംഭവമാണ് നടന്നത്. വെറും നാറിയ ഒരു സംഭവമാണ്. കാരണം ഇന്ന് ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും പേരിൽ ഇന്ന് ഐക്യം സൃഷ്ടിക്കുന്ന ഈ കേരളത്തിൽ ഇവിടെ മഹാന്മാരിവിടെ എത്രയോ മഹാരഥന്മാർ ഇവിടെ ഉണ്ടായിരുന്ന, ഇവിടെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ കൂടെ വളർത്തിയെടുത്ത ഈ കേരളത്തെ ഒരു പട്ടി കഴിവറവൻ ഒരു റാം കൂടെ വിചാരിച്ചാൽ ഇവിടെ ഒരു ചുക്കും നടക്കൂല മാഡം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവനെ ഞങ്ങൾ മെനഞ്ഞാന്ന് ഞങ്ങൾ അവിടെ പോയപ്പോൾ അവനെ ഞങ്ങളെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ കണക്കാക്കി തന്നെയായിരുന്നു പോയത്. അത്ര വിഷമമുണ്ട് മാനസികമായി, അത്ര ക്രൂരതയാണ് വ്യക്തമായ അവൻ ചെയ്യുന്നതിന് വ്യക്തമായ തെളിവുകൾ നമ്മളെ കൈവശം ഉണ്ട്. ഏതറ്റം വരെയും